നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ ക്യാമ്പ് കളക്ടർ സന്ദർശിച്ചു. കോർപ്പറേഷൻ ഒല്ലൂക്കര ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവ വിജയികളെ നിശ്ചയിക്കുന്നതിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ. വർണ്ണവിസ്മയം തീർത്ത പീലിക്കാവടികളും അലങ്കാര പന്തലുകളുമായി എരവിമംഗലം ഷഷ്ഠി ആഘോഷം വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ, പ്രത്യേക ക്യാമ്പുകൾ കളക്ടർ സന്ദർശിച്ചു. എന്യൂമറേഷൻ ഫോമുകളുടെ സ്വീകരിക്കലും ഡിജിറ്റലൈസേഷനും പുരോഗമിക്കുകയാണ്. 50% ഫോമുകൾ സ്വീകരിച്ചു. 35% ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒല്ലൂക്കര വില്ലേജ് പരിധിയിൽ 113, 134, 136, 137 ബൂത്തുകളിലെ വോട്ടർമാർക്കായിക്കാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിൽ നടന്ന ക്യാമ്പിൽ കേരളത്തിലെ വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ വോളണ്ടിയേഴ്സായി പങ്കെടുത്തു. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ സബ് കളക്ടർ അഖിൽ വി മേനോനും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. എന്യൂമറേഷൻ ഫോം സ്വീകരണവും ഡിജിറ്റലൈസേഷനും BLOമാർ ഗൃഹസന്ദർശനം നടത്തിയും പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിച്ചും സ്വീകരിക്കുന്നു. ഫോം പൂരിപ്പിക്കാനുള്ള സഹായം ക്യാമ്പിൽ കൊടുക്കുന്നുണ്ട്. ലഭിക്കുന്ന ഫോമുകൾ BLO ആപ്പ് വഴി ഡിജിറ്റലൈസ് ചെയ്യുന്നു. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകുന്ന എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തി ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. പ്രത്യേക ക്യാമ്പുകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് കളക്ടർ അറിയിച്ചത്. കോർപ്പറേഷൻ UDF ഒല്ലൂക്കര ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ IP പോൾ, ഫ്രാൻസിസ് ചാലിശ്ശേരി, വിവിധ ഡിവിഷനുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായ K ഗോപാലകൃഷ്ണൻ, ശ്യാമള മുരളീധരൻ, സിൻഡമോൾ സോജൻ, ലിസ K ജെയിംസ്, ലീല തോമസ്, ആൻമരിയ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബഷീർ അഹമ്മദ് സ്വാഗതവും VO രാജൻ നന്ദിയും അറിയിച്ചു. മത്സരിക്കുന്ന വളരെ വീരഭാഷയോടെ മത്സരിക്കുന്ന ലീല ടീച്ചർ, ഡിവിഷനിൽ മത്സരിക്കുന്ന 16 ഡിവിഷനിൽ മത്സരിക്കുന്ന ജാൻ മേരി ജോസ്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥി UDF ആണ് എന്ന കാര്യം UDF ജയിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും. അടുത്ത ദിവസങ്ങളിൽ പല പ്രദേശങ്ങളിലും പോയ നിലയ്ക്ക് ഒരു കാലത്തുമില്ലാത്ത വിധം ആവേശം എല്ലാ ദിക്കിലും നമ്മൾ കാണുന്നു. ജനങ്ങൾ നമ്മളെ ജയിപ്പിക്കാൻ തയ്യാറാണ്. അത് വാങ്ങാതിരിക്കാൻ നമ്മൾ തയ്യാറാവരുത് എന്ന് മാത്രമേ കൊല്ലൂ. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന മേരാ യുവ ഭാരത് തൃശൂർ ജില്ലയിൽ സ്ഥിരതാമസക്കാരായ 15-നും 29-നും മധ്യേ പ്രായമുള്ളവർക്കായി ത്രിദിന സൗജന്യ നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. നവംബർ 28, 29, 30 തീയതികളിൽ പീച്ചിയിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6282296002. കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ സ്കൂൾ കലോത്സവ മത്സര വിജയികളെ നിശ്ചയിക്കുന്നതിൽ നടത്തുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വോയിസ് മെസ്സേജുകളും വീഡിയോകളും തെളിവുകളും അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് ഡാൻസ് ടീച്ചേഴ്സ് പറയുന്നു. മത്സരങ്ങളുടെ തറപറ പോലും അറിയാത്തവരെ വിധികർത്താക്കളാക്കി പണം നൽകുന്നവർക്ക് സമ്മാനം നൽകുകയാണ് എല്ലാ ജില്ലകളിലും നടത്തുന്നത്. ഈ മാഫിയയുടെ പ്രവർത്തനം നിർബാധം തുടരുന്നു. കലാമത്സരങ്ങളുടെ വിധി നിർണയം ഈ മാഫിയകളുടെ കറുത്ത കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച്
കലയെയും കലാകാരന്മാരെയും രക്ഷിക്കണമെന്നും നീതിപൂർവമായ കലോത്സവം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നും സംസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് KS സുരേഷ്, സെക്രട്ടറി കലാഭവൻ അലി, ട്രഷറർ RLV ജലജ, വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വടക്കൻ, സെക്രട്ടറി മത്തായി ജോസഫ് എന്നിവർ ആവശ്യപ്പെട്ടു. ലേബർ കോഡുകൾ വംശഹത്യയ്ക്ക് തുല്യമായ ആക്രമണമെന്ന് KP രാജേന്ദ്രൻ. 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതിലൂടെ വംശഹത്യയ്ക്ക് തുല്യമായ കടന്നാക്രമണമാണ് തൊഴിലാളികളോട് കേന്ദ്ര സർക്കാർ ചെയ്തതെന്ന് INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. ലേബർ കോഡുകൾ നടപ്പിലാക്കിയതിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 100ാം വാർഷികാഘോഷത്തിന് മാന്യജോലി മാന്യവേതനമെന്ന മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ ഇവിടെ കോർപ്പറേറ്റ് വൽക്കരണം പോലുമല്ല, അടിമവൽക്കരണമാണ് കൊണ്ടുവരുന്നത്. രാജ്യത്തെ 29 തൊഴിൽ നിയമങ്ങൾ ഇല്ലായ്മ ചെയ്ത് ചർച്ചയില്ലാതെയാണ് 4 ലേബർ കോഡുകൾ നടപ്പിലാക്കിയതെന്നും KP രാജേന്ദ്രൻ വിശദീകരിച്ചു. ഭരണഘടന മാറ്റാതെ ഉള്ളടക്കത്തെ നിരാകരിക്കുന്ന സൂത്രവിദ്യയാണ് ലേബർ കോഡുകൾ നടപ്പിലാക്കുന്നത് പോലുള്ള പ്രവൃത്തിയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായ CNTUC ജില്ലാ സെക്രട്ടറി UP ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് അക്ഷിത രാജ് അധ്യക്ഷയായി. KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം KN സനിൽ സംസാരിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി B രതീഷ് നന്ദിയും പറഞ്ഞു. പാസാക്കിയതിനെതിരായി ട്രേഡ് യൂണിയൻ സംഘടനകൾ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ച ദിവസം കൂടിയാണ് 2020 നവംബർ 26. അപ്പോൾ ഈ ദിനത്തിൻ്റെ കൂടി പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഭരണഘടനാ സംരക്ഷണ ദിനം കൂടി എന്ന നിലയിലാണ് ഈ ദിവസം പ്രതിഷേധ ദിനം ട്രേഡ് യൂണിയൻ സംഘടനകളും കർഷക സംയുക്ത കിസാൻ മോർച്ച എല്ലാ കർഷക സംഘടനകളും ചേർന്ന് മുന്നണി സംയുക്തമായി പ്രഖ്യാപിച്ച പ്രതിഷേധ ദിനം. ഗർഭിണിയായ യുവതി തീ പൊള്ളലേറ്റ് മരണപ്പെട്ട കേസിൽ ഭർത്താവ് റിമാൻഡിൽ. വരന്തരപ്പള്ളി വില്ലേജ് മനക്കിലക്കടവ് സ്വദേശിനി വെളിയത്തുപറമ്പിൽ വീട്ടിൽ 20 വയസ്സുള്ള അർച്ചന മാട്ടുമലയിലുള്ള ഭർത്താവിന്റെ വീടിനോട് ചേർന്നുള്ള കനാലിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി പൊള്ളലേറ്റ് മരണപ്പെട്ട സമയത്ത് അവർ 5 മാസം ഗർഭിണിയായിരുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 80 ഇത് പ്രകാരം കേസെടുത്തു. പ്രതി അർച്ചനയുടെ ഭർത്താവ് നന്ദിപുലം വില്ലേജ് മാട്ടുമല സ്വദേശി ഷാരോൺ എന്നയാളെ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കും. DVSP VK രാജുവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. മാർ തിമോത്തിയോസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിക്യ സൂനകദോസിന്റെ 1700ാം വാർഷികവും മാർ തിമോത്തിയോസ് തിരുമേനിയുടെ 105ാം ജന്മവാർഷിക അനുസ്മരണവും ഞായറാഴ്ച 4 മണിക്ക് ചേലക്കോട്ടുകര മാർ അപ്രേം പള്ളിയിൽ വെച്ച് നടക്കും. 1700 വർഷത്തെക്കുറിച്ച് റവറൻഡ് ഡോക്ടർ മൈക്കിൾ P വള്ളവന്ത്ര കശീശ ക്ലാസ് എടുക്കും. മാർ തിമോത്തിയോസ് തിരുമേനിയുടെ ജന്മവാർഷിക അനുസ്മരണം ഫാദർ ജോസ് വേങ്ങാശ്ശേരി കശീശ നിർവഹിക്കും. സമ്മേളനത്തിൽ മാർ അപ്രേം പള്ളി ക്വയർ നിക്യ വിശ്വാസ പ്രമാണ ഗാനം ആലപിക്കും. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങനില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ നോഡൽ ഓഫീസർമാരുടെ യോഗം ചേർന്നു. തൃശൂർ ജില്ലയിൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ R. സുജിത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. കൃത്യമായ മാതൃക പെരുമാറ്റച്ചട്ടം പാലിച്ച് തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശം നൽകി. ആവശ്യമായ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വിന്യാസവും പരിശീലന പുരോഗതിയും അവലോകനം ചെയ്തു. തിരഞ്ഞെടുപ്പിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ പരിശീലന പുരോഗതിയും സ്ക്വാഡുകളുടെ പ്രവർത്തന പുരോഗതിയും അവലോകനം ചെയ്തു. പോളിംഗ് നടക്കുന്ന ബൂത്തുകളുടെയും വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളുടെയും ക്രമീകരണങ്ങൾ വിലയിരുത്തി. ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ADM G. മുരളി, ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷൻ K. കൃഷ്ണകുമാർ, വിവിധ നോഡൽ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. ഇതിന്റെ ഭാഗമായി നവംബർ 30 വൈകിട്ട് 6 മണിക്ക് തെക്കേ ഗോപുര നടയിൽ ദീപം തെളിയിക്കുമെന്ന് DMO ഡോക്ടർ ശ്രീദേവി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവജനങ്ങളുടെ അശ്രദ്ധമായ ജീവിത രീതി HIV-യായും മറ്റ് ലൈംഗിക രോഗങ്ങളും പകരുന്നതിന് കാരണമാകുന്നു. ശരിയായ മേൽവിലാസം, ഫോൺ നമ്പർ ഇല്ലാത്തതിനാൽ HIV കണ്ടെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ തുടർ ചികിത്സ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പുതിയതായി HIV അണുബാധിതർ ആകുന്നവരിൽ 15-നും 24-നും ഇടയിൽ പ്രായമുള്ളവരിലാണ് എന്ന് DMO പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ രേഖ ഗോപിനാഥ്, S. സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ URC തൃശൂരിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു KP ഉദ്ഘാടനം ചെയ്തു. URCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ശൈലജ VK സ്വാഗതം ആശംസിച്ചു. URC ട്രെയിനർ ഉണ്ണികൃഷ്ണൻ K ആശംസകൾ അറിയിച്ചു. സ്പെഷ്യൽ അസംബ്ലിയിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക ബിന്ദു KP, വിദ്യാർത്ഥിനി മയൂര M. നായർ എന്നിവർ പതാക ഉയർത്തി. ഹൈസ്കൂൾ വിദ്യാർത്ഥി പ്രതിനിധി ഹസ്മിയ P. പ്രതിജ്ഞ ചൊല്ലി. സജിത വിനോദ് നന്ദിയും അറിയിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് യോഗ പ്രൊമോട്ടേഴ്സ് ആൻഡ് റിസർച്ചേഴ്സ് അസോസിയേഷന്റെ 37ാമത് ജില്ലാ യോഗാസന മത്സരം നവംബർ 30-ന് വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9 മണിക്ക് സിനിമാ നടൻ TG രവി ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് സജിത് നമ്പൂതിരിപ്പാട് അധ്യക്ഷനാകും. 50 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 800 പേർ പങ്കെടുക്കും. ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിക്കുന്നവർക്ക് എവറോളിംഗ് ട്രോഫി നൽകും. കേണൽ PMR രവി സമ്മാനദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഗോപിനാഥ് എടക്കുന്നി, ബാലകൃഷ്ണൻ പള്ളത്ത്, NV ഇന്ദു, PG പുഷ്പാങ്കദൻ, വിദ്യ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു. സഹൃദയവേദി വജ്രജൂബിലി ഉദ്ഘാടനവും 13 അവാർഡുകളുടെ സമർപ്പണവും സാഹിത്യ അക്കാദമി ഹാളിൽ നവംബർ 28, 29 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അനുമോദന സമ്മേളനത്തിൽ ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡോക്ടർ PV കൃഷ്ണൻ നായർ, നന്ദകുമാർ ആലത്ത് തുടങ്ങിയവർ സംസാരിക്കും. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കാലിക്കറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ, പ്രൊഫസർ KV രാമകൃഷ്ണൻ എന്നിവർ അവാർഡ് വിതരണം നടത്തും.
വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ PN വിജയകുമാർ, ബേബി മൂക്കൻ, രവി പുഷ്പഗിരി, ഡോക്ടർ ജോർജ് മേനാച്ചേരി, നന്ദകുമാർ ആലത്ത് എന്നിവർ പങ്കെടുത്തു. PG പ്രോജക്ട് സെഷൻ താണിപ്പാടം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരിധിയിൽ വരുന്ന ഒല്ലൂക്കര ബ്രാഞ്ച് കനാലിന്റെ ഇടതുബണ്ടിലെ 5 വട്ടമരം ജലസേചന വകുപ്പിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി പരസ്യലേലം നടത്തുന്നു. ഡിസംബർ 2 രാവിലെ 11 മണിക്ക് ഹെഡ് വർക്ക് സബ് ഡിവിഷൻ PG അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലാണ് ലേലം. കൂടുതൽ വിവരങ്ങൾക്ക് 9633840333 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. സെക്യുലർ ഫോറം തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ദിനത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. സെക്യുലർ മാനിഫെസ്റ്റോ ലഘുലേഖ പ്രകാശിപ്പിച്ചു. EMS സ്ക്വയറിന് സമീപം ഉദ്ഘാടനവും മാനിഫെസ്റ്റോ പ്രകാശനവും ലൈബ്രറി കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ധർമ്മരാജ് അടാട്ട് നിർവഹിച്ചു. ബെഫി മുൻ നേതാവ് R മോഹന ലഘുലേഖ ഏറ്റുവാങ്ങി. ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുന്നു. പൌരർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൂല്യങ്ങളും അവകാശങ്ങളും കാറ്റിൽ പറത്തുന്നു. ജനാധിപത്യ വിരുദ്ധത, ചരിത്ര വിരുദ്ധത, ശാസ്ത്ര വിരുദ്ധത എന്നിവ ഭരണകൂടത്തിന്റെ മുഖമുദ്രയായി മാറി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞയെടുത്തു. സെക്യുലർ ഫോറം ചെയർമാൻ ED ഡേവിസ് അധ്യക്ഷനായി. ജനറൽ കൺവീനർ T സത്യനാരായണൻ, അഡ്വക്കേറ്റ് സോജൻ ജോബ്, PV സൈമി, C ചന്ദ്രബാബു, TN ദേവദാസ് എന്നിവർ സംസാരിച്ചു. പെരുവാംകുളങ്ങരയിലുള്ള യുവാവിന്റെ വീട്ടിലേക്ക് നാടൻ ബോംബ് എറിഞ്ഞ് ഒളിവിൽ പോയ പ്രതി പൂത്തോൾ സ്വദേശി താന്നിക്കൽ വീട്ടിൽ ആകാശിനെ ഒല്ലൂർ പോലീസ് പിടികൂടി. സൈബർ സെല്ലിന്റെ സാങ്കേതിക സഹായത്തോടെ കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം ബാംഗ്ലൂരിൽ നിന്ന് കണ്ടെത്തി. സൂത്രധാരനായ ആകാശ് ഒളിവിലായിരുന്നു. ഒല്ലൂർ പോലീസ് നടത്തിയ കൃത്യതയും സ്ഥിരതയുമാർന്ന അന്വേഷണത്തിനൊടുവിൽ മൊബൈൽ ഉപയോഗിക്കാതിരുന്ന പ്രതിയെ തമിഴ്നാട്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം തൃശൂരിൽ എത്തിയിട്ടുണ്ടെന്ന വിവരം ലഭിച്ചയുടൻ ഒല്ലൂർ പോലീസ് പിടികൂടി. പുന്നംപറമ്പിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ചു. 68 വയസ്സുള്ള പുന്നംപറമ്പ് വടക്കൂട്ടിൽ വീട്ടിൽ പരേതനായ വറീദ് മകൻ ദേവസി എന്ന കൊച്ചുദേവസിയാണ് മരിച്ചത്. ഉച്ചയ്ക്ക് വീടിന്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിലാണ് കുഴഞ്ഞു വീണത്. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം നടന്നു. ജെസിയാണ് ഭാര്യ. ഡെസ്ലി, ഡെൽജ എന്നിവർ മക്കളും ഷൈജു, ആൻഡ്രു എന്നിവർ മരുമക്കളുമാണ്. വലപ്പാട് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ട തൃപ്രയാർ നാട്ടിക ചേർക്കര തണ്ടയൻ വീട്ടിൽ ബിനു സ്വയനെ കാപ്പ നിയമപ്രകാരം 6 മാസക്കാലത്തേക്ക് നാടുകടത്തി. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ ഹരി, സിവിൽ പോലീസ് ഓഫീസർ സുബി സെബാസ്റ്റ്യൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നു. മാരകായുധങ്ങളുമായി കവർച്ച നടത്താൻ പോയിരുന്ന അരനാട്ടുകര കാഞ്ഞിരത്തെങ്കിൽ വീട്ടിൽ വിനുവിനെയും കൂട്ടുപ്രതികളെയും അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ 2014 പിടികിട്ടാപ്പുള്ളി വാറണ്ടുണ്ട്. തൃശൂരിലുള്ള വീടും സ്ഥലവും വിൽപ്പന നടത്തിയതായും തിരുവല്ലയിൽ വിവാഹം കഴിച്ചതായും അറിയുന്നു. തിരുവല്ലയിലുള്ള ഭാര്യ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ് വരവെയാണ് അറസ്റ്റ്. 2005 കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഴൽപ്പണം കവർച്ച കേസിലെ പ്രതിയാണ്. വർണ്ണവിസ്മയം തീർത്ത് പീലിക്കാവടികളും അലങ്കാര പന്തലുകളുമായി എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി. കാവടിയാട്ടം, പാണ്ടിമേളത്തോടെയുള്ള എഴുന്നള്ളിപ്പ്, ഭസ്മക്കാവടി എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ ക്യാമ്പ് കളക്ടർ സന്ദർശിച്ചു. കോർപ്പറേഷൻ ഒല്ലൂക്കര ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കലോത്സവ വിജയികളെ നിശ്ചയിക്കുന്നതിൽ നടക്കുന്ന തിരിമറികളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ. വർണ്ണവിസ്മയം തീർത്ത പീരിക്കാവടികളും അലങ്കാര പന്തലുകളുമായി എരവിമംഗലം ഷഷ്ഠി ആഘോഷം വർണ്ണാഭമായി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.